عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. അംഗരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം കൂടിയായ ശൈഖുന മരക്കാർ ഫൈലി അവർകളെ, അംഗരായ MP മുസ്തഫൽ ഫൈലി, സലാഹുദ്ദീൻ ഫൈലി എന്നിയൂർ, ഫഖറുദ്ദീൻ തങ്ങൾ, റഫീഖ് അഹമ്മദ്, എന്റെ സഹപ്രവർത്തകനും LCD സഹിതമുള്ള പ്രഭാഷണത്തിന്റെ ഉടമയുമായ കുഞ്ഞാലൻകുട്ടി ഫൈലി, വേദിയിൽ സന്നിഹിതരായ സമസ്തയുടെയും കീഴ് ഘടകങ്ങളുടെയും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ, സദസ്സിലൊത്തുചേർന്ന സഹപ്രവർത്തകരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഇതിന്റെ സംഘാടകർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ സുഹൃതങ്ങളുടെ സമുദ്രണത്തിന് എന്ന വിഷയം വിശദീകരിച്ചുകൊണ്ട് മേഖലാതല സമ്മേളനങ്ങൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ മേഖല സംഘടിപ്പിച്ച സദുദ്യമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അംഗീകരിക്കുകയും അണിനിരക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രീതിയും ശൈലിയും പ്രതിനിധീകരിക്കുന്ന ആധികാരികമായ മതപണ്ഡിത സഭയാണ്. മുൻ പ്രഭാഷണങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയതുപോലെ അല്ലാഹുവിന്റെ ദീൻ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കടന്നുവന്ന, ജസീറത്തുൽ അറബിന് പുറത്ത് കടന്നുവന്ന അപൂർവം പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ നാട്. നമ്മുടെ നാട്ടിൽ വിശുദ്ധ ദീനുമായി കടന്നുവന്ന പൂർവ്വസൂരികളായ സ്വഹാബത്ത് നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാമിക ദഅവത്ത് നിർവഹിച്ചതിന്റെയും മസ്ജിദുകളും അനുബന്ധ സ്ഥാപനങ്ങളും സംവിധാനിച്ചതിന്റെയും പുരാതനമായ രേഖകളും സ്മാരകശിലകളും ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. സംഘടനാപരമായ പക്ഷപാതിത്വങ്ങൾക്കപ്പുറം ചരിത്രത്തെ സത്യസന്ധമായി സമീപിക്കുന്നവരൊക്കെ ഈ വിഷയത്തെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കപ്പുറം കോഴിക്കോട്ട് മുസ്ലിം യുവജന പ്രസ്ഥാനം സംഘടിപ്പിച്ച റാലിയെ അഭിസംബോധന ചെയ്യാൻ തുനീഷ്യൻ അംബാസഡർ ചീഫ് ഗസ്റ്റായി ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിലെ ഏതെങ്കിലും പ്രസ്ഥാനത്തോട് പ്രത്യേക ബന്ധമില്ലാതെ നമ്മുടെ നാടിന്റെ ഇസ്ലാമിക ചരിത്രത്തെപ്പറ്റി നിഷ്പക്ഷമായി സംസാരിച്ച അദ്ദേഹം ആ സദസ്സിൽ പറഞ്ഞ വിഷയം, രണ്ടു കാര്യത്തിൽ എന്റെ തുനിശയും നിങ്ങളുടെ നാടും തമ്മിൽ സമാനതയുണ്ട് എന്നാണ്. ഒന്ന്, റാഷിദ് ഖനൂസിയിലൂടെ തുനീഷ്യയുടെയാണ് ഈയിടെ അറബ് ലോകത്ത് അഞ്ഞടിച്ച അറബ് വസന്തത്തിന്റെ തുടക്കമെങ്കിൽ, നേരത്തെ ജമാഅത്ത് സ്ഥാപകൻ മൗദൂദിയുടെ സഹയാത്രികനായി രാഷ്ട്രീയ ഇസ്ലാമിക ആശയത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച റാഷിദ് ഖനൂസി അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തെ സ്വീകരിക്കുകയും അതിലൂടെ തുനീഷ്യ ഒരു പുതിയ രൂപത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇന്ന് ജനാധിപത്യത്തെ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾ നേരത്തെ ജനാധിപത്യത്തെ സ്വീകരിച്ചവർ. ഇന്ത്യയിലെ മുസ്ലിംകൾ ഡെമോക്രസി അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ന്യൂനപക്ഷ കൂട്ടായ്മയെ ജനാധിപത്യ മാർഗത്തിലൂടെ അതിന്റെ വിജയത്തിലേക്ക് കൊണ്ടുപോയവരാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം. രണ്ടാമത്തെ വിഷയം, ജസീറത്തുൽ അറബിന്റെ പുറത്ത് പ്രവാചക കാലഘട്ടത്തിൽ പള്ളി പണിത അപൂർവ നാട്ടിലൊന്നാണ് എന്റെ തുനീഷ്യയും നിങ്ങളുടെ കേരളവും എന്നതാണ്. നാം പറയാറുണ്ട് ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഒന്നാമത്തെ പള്ളി എന്ന് നമ്മൾ പറയുമ്പോൾ
അത് സമത്വയുടെ വേദിയിൽ വെച്ച് SKSFന്റെ വേദിയിൽ വെച്ച് പറയുമ്പോൾ സംഘടനാപരമായി ആരെങ്കിലും മനസ്സിലാക്കിയേക്കാം. എന്നാൽ കേരളത്തിലെ ഏതെങ്കിലും പ്രസ്ഥാനത്തോട് സംഘടനാപരമായി യാതൊരു ബന്ധമില്ലാത്ത തുനീഷ്യൻ അംബാസഡർ കൈരളിയിലെ ഇസ്ലാമിക കടന്നുവരവിനെ നിഷ്പക്ഷമായി പഠന വിധേയമാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജസീറത്ത് അറബിന്റെ പുറത്ത് പ്രവാചക കാലഘട്ടത്തിൽ പള്ളിയുണ്ടായ അപൂർവം നാടുകളിൽ ഒന്നാണ് നമ്മുടെ നാട് എന്ന്. ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യയുടെ നാട്. ഇന്ത്യയിൽ ഒന്നാമത്തെ പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഇന്ത്യക്കപ്പുറം നേരത്തെയുള്ള അപഭക്ത ഇന്ത്യയിലെ സിന്ധും ലാഹോറും കറാച്ചിയും ഇന്ത്യയും അടങ്ങുന്ന വിഭജിക്കപ്പെടാത്ത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒന്നാമത്തെ പള്ളി. ആ പള്ളി മിമ്പറും ആ പള്ളി മിഹ്റാബും നൽകുന്ന ഒരു സംസ്കൃതിയുണ്ട്. ആ സംസ്കൃതിയാണ് ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈദി പറഞ്ഞു, തറാദിഹിന്റെയും ഖുത്ബയുടെയും ഭാഷയിലും എണ്ണത്തിലുമുള്ള സമാനത. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച, മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സമർപ്പിച്ച ഒന്നാമത്തെ തിരുഗേഹമായ മക്കത്തുൽ മുക്കറമയിലെ കഅബാലയത്തിലെ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ മിമ്പറിൽ നമ്മൾ കേൾക്കുന്ന അതേ ഭാഷയിൽ കേരളക്കരയിലെ ഒന്നാമത്തെ പള്ളിയിൽ നമ്മൾ കേൾക്കുകയാണ്. ഈ സമാനത ഇസ്ലാമിന്റെ സമാനതയാണ്. സാർവത്രികമായ അന്തർദേശീയമായ സമാനതയാണിത്. ഭൂമുഖത്തെ ഒന്നാമത്തെ പള്ളിയുടെ ഭാഷ, ഭൂമുഖത്തെ ഒന്നാമത്തെ പള്ളിയുടെ ഭാഷയാണ് ഇന്ത്യയിൽ ഒന്നാമത്തെ പള്ളിയുടെ ഭാഷ. പ്രവാചകർ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർവഹിച്ച മദീനത്തെ പള്ളിയുടെ ഭാഷയാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഒന്നാമത്തെ പള്ളിയുടെ ഭാഷ. ഈ ഭാഷയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഇതുതന്നെയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേർമാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർത്തണേ നാഥ. ഏതാണ് ആ നേരിന്റെ പാത? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായിട്ടില്ലാത്ത, വഴിപിഴച്ചവരല്ലാത്ത പൂർവ്വസൂരികളായ അനുഗ്രഹീതരായ ജനവിഭാഗത്തിന്റെ മാർഗമെന്ന് ഖുർആൻ പറയുന്നത് ഈ യാഥാസ്ഥികത്വത്തിന്റെ ശൈലിയാണ്, അതിന്റെ ഭാഷയാണ്, അതിന്റെ രീതിയാണ്. അതുതന്നെയാണ് സമത്ത എന്ന് പറയുന്നത്. അതൊരു സംഘടിത രൂപം പ്രാപിച്ചു എന്ന് മാത്രം. മലബാറിൽ നൂറ്റാണ്ടുകളോളം സംഘടിത രൂപമില്ലാതെ അക്കാലഘട്ടത്തിലെ മലബാറിനെ സ്വാധീനിച്ച ഉലമാക്കളിലൂടെ ഈ വിശുദ്ധമായ ആശയം നിലനിന്നു പോന്നു. ജ്ഞാനി കേന്ദ്രീകരിച്ചുകൊണ്ട് മഹ്ദൂം ഉലമാക്കൾ അന്നത്തെ വിശാലമായ മലബാർ, കോറാമണ്ഡൽ മുതൽ കാസർഗോഡ് വരെ മംഗലാപുരം നീണ്ടുനിൽക്കുന്ന അതിവിസ്തൃതമായ മലബാറിന്റെ മുസ്ലിം മഹല്ലത്തുകളെ നേതൃത്വപരമായി നയിച്ച മഹത്തുക്കൾ, അവരുടെ കാലഘട്ടത്തിൽ അവരുടെ സ്വാധീനമൊന്നും കൊണ്ട് തന്നെ ഒരു സംഘടനാ സംവിധാനത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. പിൽക്കാലഘട്ടത്തിൽ അവർക്ക് അവരിലെ ആ തറവാട്ടിലെ ഉലമാക്കൾക്ക് പോലും സ്വാഭാവികമായി വരുന്ന കാലഘട്ടങ്ങൾക്കിടെ വരുന്ന ചരിത്രപരമായി വരുന്ന ചില സ്വാധീനത്തിന്റെ കുറവുകൾ സംഭവിച്ചപ്പോൾ അവർ തന്നെയാണ് അക്കാലഘട്ടത്തിൽ ഉലമാക്കളും സാദാത്തുകളും മുന്നോട്ട് വന്നുകൊണ്ടാണ് സമത്ത എന്ന് പറയുന്ന മഹിതമായ ആശയത്തെ നമ്മുടെ നാട്ടിൽ സമർപ്പിക്കുന്നത്. ആ കാലഘട്ടം നോക്കൂ നിങ്ങൾ. ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സമത്ത അന്ന് മുതൽ ഇന്ന് വരെ പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ അതിന്റെ നേരായ രീതിയിൽ നമ്മുടെ കൊച്ചു കൈരളികൾ നിലനിൽക്കാൻ അല്ലാഹുവിന്റെ തീരുമാനമാണ് സമത്തെന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ട്? സമത്ത വളർന്നത് അതിന്റെ സംഘടനാ മികവ് കൊണ്ടല്ല, പ്രഭാഷണ ചാതുരി കൊണ്ടല്ല, ശാസ്ത്രീയമായി ആളുകളെ സംഘടിപ്പിച്ചതുകൊണ്ടുമല്ല. 924 ആ കാലഘട്ടം നോക്കൂ നിങ്ങൾ. 920കളിലെ മലബാറിലെ അനുഗ്രഹീത പ്രഭാഷകരും ആ കാലഘട്ടത്തിലെ സംഘടനാ മികവുള്ളവരും ശാസ്ത്രീയമായി ആളുകളെ സംഘടിപ്പിച്ച് പരിചയമുള്ളവരുമാണ് നേതൃത്വ പ്രസ്ഥാനമുണ്ടാക്കിയത്. മണപ്പാട് തറവാട്ടിലാണ് ഐക്യസംഘം പിറവികൊണ്ടത്. MESന്റെ ഇപ്പോഴത്തെ സരിതി ഫസൽ ഗഫൂറിന്റെ പിതാമഹൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഡോക്ടർ ഗഫൂറിന്റെ പിതാവ് ഫസൽ ഗഫൂറിന്റെ വല്ലിപ്പ മണപ്പാട് കുഞ്ഞമദാജി സാഹബ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് KM സീതി സാഹിബും KM മൗലവിയും ബക്ക മൗലവിയും കൂടിയിട്ട് ഐക്യസംഘം ഉണ്ടാക്കുന്നത്. ഇവരാര? മലബാർ കണ്ട അനുഗ്രഹീത പ്രഭാഷകനാണ് ബക്കം മൗലവി, KM മൗലവി. ബക്ക മൗലവി സാഹിബിന്റെ പത്രമാണ് സ്വദേശാഭിമാനി പത്രം. ആ പത്രത്തിൽ ജോലി ചെയ്യുക മാത്രമാണ് രാമകൃഷ്ണപിള്ള ചെയ്തത്. KM സീതി സാഹിബിനെ പറ്റി ചിലർ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ദിശ കൊണ്ടാണ് മുസ്ലിം രാഷ്ട്രീയ സംഘടന നമ്മുടെ നാട്ടിൽ വളർന്നു പന്തലിച്ചത് എന്ന്. എങ്കിൽ നിങ്ങൾ നോക്കൂ, ദിശ കൊണ്ടാണ് ആ പ്രസ്ഥാനം വളർന്നത് എന്ന് അങ്ങനെ പറയുന്നുവെങ്കിൽ ഈ ദിശ കൊണ്ടാണ് ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയെങ്കിൽ അദ്ദേഹം ആദ്യം പ്രവർത്തിച്ചത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലല്ല, അദ്ദേഹം ആദ്യം പ്രവർത്തിച്ചത് ഐക്യസംഘത്തിലാണ്. എന്താ ഈ ദിശ കൊണ്ട് ആ പ്രസ്ഥാനം വളരാതെ പോയത്? അപ്പൊ ദിശകൾക്കപ്പുറം, രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കപ്പുറം, പ്രഭാഷണത്തിന്റെ മേൽവിലാസത്തിനപ്പുറം പക്വതയാണ് ഏതു കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ അതിന്റെ ദഅവത്തിന്റെ ചാലകശക്തി. അതുതന്നെയാണ് സമത്വയിൽ നമ്മൾ കാണുന്നത്. പൂർവ്വസൂരികളാകുന്ന ഉലമാക്കൾ അവരെ നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു.
അവർക്ക് നമ്മുടെ നാട് അംഗീകാരം നൽകി. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ദൈവത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് പലരും ഇന്ന് കടന്നു വരുന്നുണ്ട്. ഇസ്ലാമിക ദൈവത്ത് കാലോചിതമായി അത് മുന്നോട്ട് പോകുകയാണ്. ഒരു കാലഘട്ടം വളരെ വ്യക്തമായി നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാമിക ദൈവത്ത് കൃത്യമായി അക്കാലഘട്ടത്തിൽ ആശയത്തിന്റെ വ്യക്തത വരുത്താൻ വേണ്ടി പ്രസ്ഥാന വിരോധികളോട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ വിരോധികളോട് കൃത്യമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് വളരെ പരസ്യമായി ഗന്ധന മണ്ഡലങ്ങളിലൂടെയാണ് അക്കാലഘട്ടത്തിലെ ഉലമാക്കൾ ദഅവത്ത് നിർവഹിച്ചത്. നോക്കൂ നിങ്ങൾ, ശൈഖുനാ ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, ശംസുൽ ഉലമാ തങ്ങൾ, അവർ വഫാത്തായ ദിനത്തിൽ മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ കോളം വായിച്ചാൽ കാണാം, അതിൽ എഴുതി വെച്ചത് പ്രമാദമായ നന്മണ്ട വാദപ്രതിവാദത്തിൽ സമസ്തയെ പ്രതിനിധീകരിച്ചത് ഇദ്ദേഹമായിരുന്നു എന്ന് മാധ്യമത്തിൽ കാണാം. എന്തുകൊണ്ടാണ് നന്മണ്ട വാദപ്രതിവാദം പ്രമാദമായത്? കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുള്ള പ്രദേശമാണ് നന്മണ്ട എന്ന് പറയുന്ന നാട്. എന്തുകൊണ്ട് നന്മണ്ട വാദപ്രതിവാദം പ്രമാദമായി? നേരത്തെ കോഴിക്കോടിന്റെ താമരശ്ശേരിക്കപ്പുറം പൂനൂരിൽ വാദപ്രതിവാദം നടന്നിരുന്നു. ആ പ്രതിവാദത്തിൽ സമസ്തയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചത് മഹാനാകുന്ന മർഹൂം അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവരായിരുന്നു. നേരത്തെ നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം രണ്ടു പക്ഷത്തിൽ നിന്ന് സുന്നി പക്ഷമാണ് ആ ചോദ്യം ചോദിക്കേണ്ടത്. ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് മുജാഹിദ് പക്ഷം എടവണ്ണ അലവി മൗലവി ചോദിച്ചു, മുഹിദ്ദീൻ ശൈഖാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിൽ തെളിവുണ്ടോ? അതിന് മറുപടിയായിട്ട് പതി പറഞ്ഞത്, ഞാനാണ് ചോദ്യം ചോദിക്കേണ്ടത്, നിങ്ങളല്ല എന്നായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് സമയം അതിക്രമിച്ച് ആളുകൾ പിരിഞ്ഞുപോയി. അത് തന്നെയാണ് നെതുവത്തുകാർ അതുകൊണ്ട് ആഗ്രഹിച്ചതും. അവർ പറഞ്ഞു വെത്തി, അവർക്ക് കൃത്യമായി മറുപടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ സാങ്കേതിക തടസ്സം ഉന്നയിക്കേണ്ടതുണ്ടോ? അതുവഴി ബാലുശ്ശേരി, നന്മണ്ട, കൊടുവള്ളി, കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലും അക്കാലഘട്ടത്തിൽ നെതുവത്തുകാർ മുജാഹിദുകൾ ഈ വിഷയത്തെ പ്രോപ്പഗണ്ട ചെയ്തുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിനെ അല്പം താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അക്കാലഘട്ടത്തിലെ ചെറുപ്പക്കാരനായ 22 or 23 വയസ്സ് മാത്രമുള്ള ശൈഖുനാ ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ തങ്ങൾ നന്മണ്ടയിൽ നടന്നു വന്ന് അവിടുത്തെ പൗരപ്രധാനിയായ കലന്തൻകുട്ടി സായുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഖണ്ഡന വേദി സംഘടിപ്പിച്ചു. വാദപ്രതിവാദത്തിന്റെ വേദി യാതൊരു വ്യവസ്ഥയുമില്ലാതെ, ഒരു കരാറില്ലാതെ ഒരു വേദി ഉണ്ടാവുകയാണ്. അതിന്റെ സംഘാടകനാണ് ശംസുൽ ഉലമാ. ആരാണ് പ്രഭാഷകനെന്നോ ആരാണ് വാദപ്രതിവാദം നയിക്കുക എന്നോ പോലും ആ സമയത്ത് തീരുമാനിച്ചിട്ടില്ല. കലന്തൻകുട്ടി സാഹിബ് ചോദിച്ചത്ര, ആരാണ് നിങ്ങളുടെ മുസ്ലിയാർ, ആരാ നിങ്ങളെ പ്രഭാഷകൻ? പൂനൂരിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ല, ഇനി ഇവിടെ നന്മണ്ട കൂടി പരാജയപ്പെടേണ്ടതുണ്ടോ? അതൊക്കെ സമയമാകുമ്പോൾ സംഭവിക്കുമെന്നാണ് ശംസുൽ ഉലമാ അന്ന് പറഞ്ഞത്. എന്നാൽ ആകെ നിശ്ചയിച്ചത് 5 ദിവസം നടക്കുമെന്ന് മാത്രമാണ്. മറ്റ് യാതൊരു വ്യവസ്ഥയുമില്ല. ആർക്കും എന്തു വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ചോദ്യം പെട്ടെന്ന് അവസാനിച്ചേക്കാം, ഉത്തരമറ്റം നീണ്ടുപോയേക്കുമെന്ന് മാത്രം. 5 ദിവസം നിശ്ചയിച്ച വാദപ്രതിവാദം 4-ാം ദിവസം വാദിക്കാൻ ആളില്ലാതെ, മുജാഹിദ് പക്ഷത്തിൽ മൗലവിമാരില്ലാതെ അത് പരാജയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് മാധ്യമം പോലും പ്രമാദമായ നന്മണ്ട വാദപ്രതിവാദത്തിൽ സമസ്തയെ പ്രതിനിധീകരിച്ച ഇദ്ദേഹമായിരുന്നു എന്ന് എഴുതി വെക്കാൻ കാരണം. പരസ്യമായ വാദപ്രതിവാദങ്ങളില്ലേ? എന്നാൽ ചില ആളുകൾ എന്ന് പറയുന്നത് വിഷയം പരസ്യമായി പറയാൻ പാടില്ല എന്നാണ്. സമൂഹത്തിൽ പരസ്യമായി പറയാൻ പാടില്ലത്രേ. സമൂഹത്തിൽ വിഷയത്തെ പരസ്യമായി റോട്ടിലേക്ക് ഇറക്കാൻ പാടില്ലത്രേ. പിന്നെങ്ങനെ സമൂഹം മനസ്സിലാക്കും? പരസ്യമായി പറയാതെ എങ്ങനെയാണ് സമൂഹം സത്യം മനസ്സിലാക്കുക? നമ്മുടെ നാടിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വളരെ വ്യക്തമായി കഴിഞ്ഞ കാലഘട്ടത്തിൽ വിഷയത്തെ പരസ്യമായി നാട്ടിൽ സമർപ്പിച്ചുകൊണ്ട് ഖണ്ഡന മണ്ഡല വേദികളിലൂടെയാണ് അക്കാലഘട്ടത്തിലെ ഉലമാക്കൾ ഈ സത്യം ലോകത്ത് സമർപ്പിച്ചത്. അതുതന്നെയാണ് കൃത്യമായി നാം ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർത്തുപോകുന്നു, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പിടികൊണ്ടെന്ന വിഷയത്തിൽ കേരളക്കരയിൽ ശക്തമായ ഒരു വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ കാന്തപുരത്തിന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ആദ്യം കോഴിക്കോട്ട് പ്രസംഗിച്ചത് നജീബ് മൗലവിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് കൃത്യമായി മുസ്തഫ ഫൈസിക്ക് മറുപടി പറഞ്ഞിരുന്നു. ആ പ്രസംഗത്തിന് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ തന്നെയായിരുന്നു ആ പ്രഭാഷണം, യാദർശികമെന്നോണം. അയാളെന്ന് പ്രസംഗിച്ചത് എന്താ? ആ പ്രസംഗമെടുത്ത് നിങ്ങൾ കേട്ടു നോക്ക്. കൃത്യമായി അതിന്റെ തുടക്കം തന്നെ കേരളക്കരയിൽ ഇപ്പോൾ സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിപ്പിംഗ് വെച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അതൊരു ശരിയായ രീതിയല്ല എന്നാണ്. അതൊരു ശരിയായ രീതിയല്ല. രണ്ടാമത് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് സനദ് ആവശ്യമില്ല എന്നുമായിരുന്നു. സനദ് ആവശ്യമില്ല, ഹദീസല്ലാത്ത ഒന്നിനും സനദിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവാചകന്റെ പേരിൽ കാന്തപുരം കൊണ്ടുവന്ന മുടിക്ക് സനദ് ആവശ്യമില്ല എന്ന രീതിയിൽ ഒരു ചർച്ചയെ റൂട്ട് മാറ്റി വഴിമാറ്റി തിരിച്ചുവിട്ടുകൊണ്ട് പ്രസംഗിച്ചത് നജീബ് മൗലവിയാണ്. നമുക്കതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം ഏതു കാലഘട്ടത്തിലും വളരെ പിറകോട്ട്
സമൂഹത്തെ പുറകോട്ട് നയിക്കുന്നവരും സാങ്കേതികമാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ സംസാരിക്കുന്നവരുമാണ് സംസ്ഥാന ജമഅത്തുൽ കയറിക്കൂടിയ ആളുകൾ. അതുകൊണ്ടാണല്ലോ അവർ കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സക്കാത്തിൽ നിന്ന് ശക്തമായി വാദിച്ചുകൊണ്ട് കാലഘട്ടത്തിന്റെ മുന്നേറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം സംസാരിച്ചത്. ലൗഡ് സ്പീക്കർ വെച്ചുകൊണ്ട് ഉച്ചഭാഷണം വെച്ചുകൊണ്ട് ഖുത്ബ നിർവഹിക്കാൻ പാടില്ല എന്ന് സംസാരിച്ചതും സാങ്കേതികമാകുന്ന വിദ്യയെ ഇസ്ലാമിക ദഅവത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോകുന്ന ഉബുസ്സായ ചിന്താഗതി കൊണ്ടാണ്. അതേ ടൗൺ ഹാളിൽ തന്നെയാണ് ഇപ്പോൾ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തിയിട്ട് ദഅവത്ത് നടത്താൻ പാടില്ല എന്ന് ചില ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മംഗൾയാനെ ചൊവ്വയിലേക്ക് അടിച്ച ഒരു കാലഘട്ടത്തിലും ഒരു നാട്ടിലും ഒരു ഭാരതത്തിലും ഇങ്ങനെ സംസാരിക്കുന്ന ആൾ കടന്നു വന്നാൽ അവരെ ചരിത്രം സഹതപിക്കുകയല്ലാതെ മറ്റെന്തു ചെയ്യാൻ? കൃത്യമായി നാം മനസ്സിലാക്കേണ്ട വിഷയം, സത്യത്തെ സമൂഹത്തിൽ ഏതു കാലഘട്ടത്തിലും സമർപ്പിച്ചത് ഇങ്ങനെ തന്നെയാണ്. ശറഉൽ അഖായിദ് നോക്കൂ നിങ്ങൾ, എത്രയോ അവാന്തര വിഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്നില്ലേ? എത്രയോ അവാന്തര വിഭാഗങ്ങളെ മുഅ്തസിലിയാക്കളും റാഫിദിയാക്കളും ഖദരിയാക്കളും ജബരിയാക്കളുമായി ഓരോ കാലഘട്ടത്തിൽ കടന്നു വന്ന പുത്തനാശയക്കാരെയും അസത്യത്തിന്റെ ആളുകളെയും കൃത്യമായി അവിടെ വിശദീകരിക്കുന്നില്ലേ? ഇതൊക്കെ കൃത്യമായി രേഖയിൽ പറഞ്ഞും എഴുതിയും പഠിപ്പിച്ചും കൃത്യമായി നമ്മുടെ സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ ഉലമാക്കൾ ചെയ്ത സേവനമാണ് നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധമായ ആശയത്തിന്റെ പ്രയോക്താക്കളും പ്രചാരകരും പ്രവർത്തകരുമായി നിൽക്കാൻ കാരണം. അതുകൊണ്ട് SKSF സംബന്ധിച്ചിടത്തോളം അതിന്റെ മേഖലാ സമ്മേളനങ്ങൾ നോക്കൂ നിങ്ങൾ, ഒരു വലിയ പ്രചാരണമില്ലാതെ തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളും വൻ വിജയമാണ്. എന്തുകൊണ്ട്? നമ്മൾ കാലഘട്ടത്തിന്റെ കൂടെ സഞ്ചരിക്കുകയാണ്, സമൂഹത്തിന് ആവശ്യമുള്ള വിഷയങ്ങൾ പറയുകയാണ്. ഇവിടെ സുഹൃത്തുക്കളുടെ സമുദ്രണം നമ്മൾ നിർവഹിക്കുമ്പോൾ കൃത്യമായി നമ്മുടെ കാലഘട്ടത്തിലെ യൗവനത്തെ ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന സകലമാന സാമൂഹിക തിന്മകളെപ്പറ്റി കൃത്യമാകുന്ന അവബോധവും ചർച്ചയും നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കാലഘട്ടം എത്രമാത്രം അപജയത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൗവനത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾ, പ്രത്യേകിച്ചും ഇസ്ലാമിക സംസ്കൃതി ലോകത്തെ സംസ്കാരത്തിലേക്ക് നയിച്ച, ലോകത്തെ അന്തസ്സിലേക്ക് നയിച്ച, ഉറങ്ങിക്കിടന്ന മനുഷ്യനെ പോലെ വിളിച്ചുണർത്തി അവനെ നവോത്ഥാനത്തിലേക്ക് നയിച്ച, കാസ്പിയൻ കടൽ തീരത്ത് കക്കപ്പെറുക്കി നടന്ന സായിപ്പിനെ വിളിച്ചുണർത്തി വിജ്ഞാന തീരത്ത് കൈപിടിച്ചു കൊണ്ടുപോയത് മുഹമ്മദീയരാണെന്ന് ഗിബ്ബൻ രേഖപ്പെടുത്തിയെങ്കിൽ ചരിത്രം എവിടെ നമ്മൾ വായിച്ചാലും കൃത്യമായി അവർ അടയാളപ്പെടുത്തുന്നത് ഇസ്ലാമിന്റെ മുന്നേറ്റത്തെ പറ്റിയാണ്, ഇസ്ലാമിന്റെ സംസ്കാരത്തെ പറ്റിയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീ ബഅസ ഫിൽ ഉമ്മി റസൂലൻ മിൻഹും യത്ലൂഅലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബൽ ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വ നിയോഗത്തെ വിശദീകരിച്ചുകൊണ്ട് ഖുർആനിൽ പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മി റസൂലൻ മിൻഹും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരക്ഷരാകുന്ന ഒരു ജനവിഭാഗത്തിലേക്ക് അവരിൽപ്പെട്ട ഒരാളെ പ്രവാചകനാക്കി. നഹനു ഉമ്മത്തുൻ ഉമ്മയ്യത്തുൻ ലാ നക്തുബു വലാ നഖ്സുബു എന്ന ഹദീസിൽ കാണാം. പ്രവാചകർ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബ് സമൂഹത്തിന്റെ ജീവിതത്തെ പിൽക്കാല ജനതയ്ക്ക് മനസ്സിലാക്കാനെന്നോണം പറഞ്ഞൊരു വചനമാണത്. നഹനു ഉമ്മത്തുൻ ഉമ്മയ്യത്തുൻ ലാ നക്തുബു വലാ നഖ്സുബു. മേലോട്ട് നോക്കി നക്ഷത്രമണി, താഴോട്ട് നോക്കി വെള്ളം തേടി, ഒട്ടകത്തിന്റെ വാല് പിടിച്ചും ആടിനെ തെളിച്ചും കാരക്ക പെറുക്കിത്തുന്നും നാടോടികളായി വെച്ച അപരിഷ്കാരികളാകുന്ന ട്രൈബൽ യുഗത്തിലാണ് പ്രവാചകർ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. എന്നിട്ട് ആ സമൂഹത്തെ സമുദ്ധരിച്ചു, അവർ ലോക ജേതാക്കളാക്കി. പ്രവാചക ആഗമനത്തിന്റെ മുന്നേ ഈ ജനത ചരിത്രത്തിൽ അറിയപ്പെടാതെ പോകുന്ന ഒരു ജനതയായിരുന്നു. ചരിത്രത്തിൽ യാതൊരു നിലക്കും സ്വാധീനം ചെലുത്താത്ത ജനവിഭാഗത്തെ ലോക സമുദ്രണത്തിന്റെ നാടകന്മാരാക്കി മാറ്റിയത് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ സംസ്കൃതിയാണ് ഇസ്ലാം. പക്ഷെ നമ്മുടെ കാലഘട്ടം എത്ര വൃത്തികേടുകളാണ് നമ്മുടെ കാലഘട്ടത്തിലുള്ളത്. അതും നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാം റോൾ മോഡലാവേണ്ടതാണ്. ഇസ്ലാം റോൾ മോഡലാവേണ്ടതാണ്. ഹറാമും ഹലാലും പഠിപ്പിച്ച മതം, ഹറാമും ഹലാലും പഠിപ്പിച്ച ഒരു മതത്തിൽ കള്ള് ഹറാമാണെന്ന് വ്യക്തമായി പഠിപ്പിച്ച ഒരു ആശയം വിശുദ്ധ ഖുർആനെ ലോകത്ത് സമർപ്പിച്ചിട്ടുള്ളൂ. ലോകത്ത് ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്. ആ മതഗ്രന്ഥങ്ങൾക്ക് നമ്മൾ വായിച്ചാൽ പഠിച്ചാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയം, മദ്യം നിഷിദ്ധമാണ്, അത് കുറ്റാണ്, അത് ഹറാമാണെന്ന് ലോകത്ത് വ്യക്തമായി പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. ഞാൻ ഓർത്തു പോകുന്നു, കഴിഞ്ഞ ഏതാനും 2-3 വർഷങ്ങൾക്കപ്പുറം തമിഴ്നാട്ടിൽ രാമസേതു പാലത്തിന്റെ വിവാദമുണ്ടായിരുന്നു. പരസ്യമായി പറയുമ്പോൾ ആളുകൾ മറ്റൊരു രീതിയിൽ അതിനെ മനസ്സിലാക്കരുത് എന്ന് ഞാൻ ഈ സദസ്സിന് വേണ്ടി ഉണർത്തുകയാണ്. രാമസേതു വിവാദമുണ്ടായി തമിഴ്നാട്ടിൽ, ഒരു പാലത്തിന്റെ വിവാദം. അന്നത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ കഴിഞ്ഞ ടേമിലെ ഗവൺമെന്റ്, UPA ഗവൺമെന്റ്, ശ്രീ മൻമോഹൻ സിംഗ്, അന്ന് കരുണാനിധി ഒന്നുകൂടി UPയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി രാമസേതു അനുഭവിച്ചു. തമിഴ്നാട്ടിൽ ഒരു പാലം അനുവദിച്ചു. ആ പാലം അനുവദിച്ചപ്പോൾ അതിനെ തകർക്കാനെന്നോണം ജയലളിത തമിഴ്നാട്ടിലെ BJP
ക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെതിരെ സമരമുണ്ടാക്കി. ആ സമരത്തിൽ സംഘപരിവാറുകൾ അന്ന് പറഞ്ഞത്, ഇവിടെ പഴയ കാലഘട്ടത്തിൽ ഹനുമാൻ ശ്രീലങ്കയിലേക്ക് പോകാൻ ഉപയോഗിച്ച പാലമുള്ളത് ഇവിടെയാണ്, അതുകൊണ്ട് രാമസേതു ആ പാലം തകരരുത് എന്നാണ്. അവിടെ പാലൊന്നും കാണാനില്ല. ഈ പദ്ധതി ഇവിടെ നഷ്ടപ്പെടുമെന്ന് വന്ന ഘട്ടത്തിൽ ശ്രീ കരുണാനിധി അന്ന് വളരെ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ശ്രീരാമനെ കാട്ടി എന്നെ ഭയപ്പെടുത്തേണ്ട, ഞാൻ രാമായണം പഠിച്ചിട്ടുണ്ട്, ഞാൻ ശ്രീരാമനെ പറ്റി പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞൊരു വിഷയം, ശ്രീരാമനെ പറ്റി അദ്ദേഹം എന്ന് പറഞ്ഞൊരു വിഷയം സമൂഹത്തിൽ പറയാൻ നമുക്ക് ആ വാദമില്ല, നമ്മളത് അംഗീകരിക്കുന്നില്ല, നമ്മളത് വിശ്വസിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം എന്ന് പറഞ്ഞത് ശ്രീരാമനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എന്ന് സംസാരിച്ചത് മദ്യത്തിന്റെ വിഷയമായിരുന്നു. നാം അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുകയുണ്ടായി. ഞാൻ ആ വിഷയത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്, ഇന്ത്യയിലെ ഏത് ഗ്രന്ഥങ്ങൾ എടുത്ത് ചോദിച്ചാലും, മഹാഭാരതമാവട്ടെ, രാമായണമാവട്ടെ, ഭഗവത്ഗീതയാവട്ടെ, ഭാഗവതമാവട്ടെ, അതൊക്കെ മനുഷ്യന്റെ നന്മകൾ കാംക്ഷിക്കുമെങ്കിലും കൃത്യമായി ധാർമ്മിക വിഷയത്തിൽ മദ്യം തെറ്റാണെന്ന് ആ ഗ്രന്ഥങ്ങളിൽ പരാമർശമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൈബിൾ പരിശോധിച്ചാലോ, ഓൾഡ് ടെസ്റ്റ്മെന്റ് ടോറ പരിശോധിച്ചാലോ അതിനൊന്നും കൃത്യമായ ഒരു നിർവചനം കാണാൻ കഴിയില്ല. എന്നാൽ വിശുദ്ധ ഖുർആനോ, ഇനമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. തിരൂരാണല്ലോ ഈ മണ്ണ്, അല്ലേ? തിരൂർ വർഷങ്ങളോളം നമ്മുടെ കേരളക്കയിൽ ബിവറേജ് കോർപ്പറേഷന്റെ വരുമാനത്തിൽ കള്ള് വെച്ചിട്ട് 1ഉം 2ഉം സ്ഥാനം നേടിക്കൊടുത്തത് നമ്മളെ പൊന്നാനിയും തിരൂരുമാണ്. ഇസ്ലാമിക പോപ്പുലേഷന്റെ തിരൂരും പൊന്നാനിയും 3 വർഷങ്ങൾക്കപ്പുറം ഒന്നിച്ച് ഓണവും പെരുന്നാളും റമളാനും ഒന്നിച്ചു വന്നതുകൊണ്ട് തൽക്കാലം അത് ചങ്ങനാശ്ശേരിയിലേക്ക്, ചാലക്കുടിയിലേക്ക് പോയി എന്ന് മാത്രം ഇങ്ങോട്ട് കിട്ടാൻ നാം ശ്രമിക്കാറുകൊണ്ടല്ല, പിന്നെ കിട്ടാത്തത് കൊണ്ടാണ്. വർഷങ്ങളോളം നമ്മുടെ നാട്ടിൽ കേരളക്കരയിൽ 1ഉം 2ഉം സ്ഥാനം എന്തുകൊണ്ട് നിലനിർത്തിയെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ? നമ്മൾ പഠിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് സംഭവിച്ചു ഇത്? ഇവിടെയാണ് നമ്മൾ സമുദ്രണത്തെപ്പറ്റി സംസാരിക്കേണ്ടത്. കോഴിക്കോട്ടിൽ നിന്നൊരു വാർത്തയുണ്ട്. ഒരു പെണ്ണ്, ഒരു മുസ്ലിം പെണ്ണ്, യുവതി, ഇന്നലെ അവരുടെ 2 മക്കളെ 14ഉം 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കഴുത്തുഞ്ഞിരിച്ച് അവൾ കൊന്നുകളഞ്ഞു. അവൾ ഭർത്താവിൽ നിന്ന് അഭിഹിതമായി ഇറങ്ങിപ്പോന്നിട്ട് ഒരു കാമുകന്റെ കൂടെ താമസിക്കുകയാണ്. ഒരു മാസമേ ആയിട്ടുള്ളൂ. മുനീർ ചെറുപ്പക്കാരന്റെ കൂടെ ഈ പെണ്ണ് അഭിഹിത ബന്ധം തുടർന്നുകൊണ്ട് താമസിക്കുന്നതിനിടയിൽ മുനീറും ഇവളും തമ്മിൽ തെറ്റിയപ്പോൾ സ്വന്തം നൊന്ത് പ്രസവിച്ച 2 മക്കളെ അവൾ കൊന്നുകളഞ്ഞു. എന്തുകൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? അവിടെയാണ് നമ്മൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നതും സമൂഹത്തിൽ ഈ ചർച്ചയ്ക്ക് ക്ഷയിപ്പിക്കുന്നതും. എത്രമേൽ സാംസ്കാരിക അപജയം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സ്പോർട്സിന്റെ പേരിൽ, സിനിമയുടെ പേരിൽ ഓരോ വിഷയം ഓരോ സമയത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കഴിഞ്ഞ ഹജ്ജ് വാർത്ത വായിച്ചോ നിങ്ങൾ? അതിൽ കാണാം ആമിർ ഖാൻ ഹജ്ജിന് പോയത്. ആമിർ ഖാൻ തന്റെ മാതാവിന്റെ കൂടെ ഹജ്ജിന് പോയ വാർത്തയാണ് നമ്മുടെ മുസ്ലിം പത്രങ്ങൾ കൂടും ലീഡ് ന്യൂസ് ആയത്. ആരാ ആമിർ ഖാൻ? ആമിർ ഖാന്റെ പെണ്ണിന്റെ പേര് ഗൗരി എന്നാണ്. ആമിർ ഖാൻ ഹിന്ദി സിനിമാ നടൻ. അവൻ കല്യാണം കഴിച്ചത് ഗൗരി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ. ആ പെണ്ണിനെ അവൻ കണ്ടെത്തിയതോ ദ മംഗൾ പാണ്ഡേസ് റേസിംഗ് എന്ന സിനിമാ സൈറ്റിൽ നിന്നാണ്. ദ മംഗൾ പാണ്ഡേസ് റേസിംഗ് എന്ന സിനിമാ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയ ഗൗരിയെ കാമുകിയായി കല്യാണം കഴിച്ച ആമിർ ഖാൻ ഗൗരിയായി തന്നെ ജീവിക്കുന്നു. ആമിർ ഖാന്റെ പ്രായത്തിൽ ഗൗരി തന്നെ. അവളെ മതം മാറിയിട്ടില്ല, അവളെ വേഷം മാറിയിട്ടില്ല, അവളെ പേര് മാറിയിട്ടില്ല. ഗൗരിയായി ജീവിക്കുമ്പോൾ തന്നെ അതേ ആമിർ ഖാൻ തന്റെ മാതാവിന്റെ കൂടെ ഉംറയ്ക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, അതാണ് പ്രധാന വാർത്ത. അത് വായിച്ചാൽ തോന്നുക ഈ പ്രാവശ്യത്തെ ഹജ്ജ് മഖ്ബൂലും മബ്രൂറുമായത് ഇവൻ ഹജ്ജ് ചെയ്തുകൊണ്ടാണ് എന്നല്ലേ. ആരാ ഈ ആമിർ ഖാൻ? ആരാ? അവൻ സിനിമയിൽ അഭിനയിക്കുമ്പോ അവന്റെ പേരിലാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ 8 പേക്ക് ഉണ്ടായത്. സൽമാൻ ഖാൻ എന്ന സിനിമാ നടൻ ആദ്യം 6 പേക്ക് കൊണ്ടുവന്നു. 600 കോഴിമുട്ടന്റെ വെള്ളം കുടിച്ചിട്ട് മസിലിന് വണ്ണം വെപ്പിച്ച നമ്മുടെ നാട്ടിൽ കുറെ ചെറുപ്പക്കാർ താടി മീശയ്ക്ക് വരണ്ടി വണ്ണം വെപ്പിച്ച് നടക്കുന്ന കുറെ ആളുകൾ. പിന്നെ കോഴിമുട്ട വാങ്ങാൻ ക്യാഷ് ഇല്ലാതെയാകുമ്പോ പിന്നെ അവർ ഭ്രാന്താകുന്നതും കാണാം. ഈയിടെ മലയാള മനോരമയിൽ ഒരു കാർട്ടൂൺ കൊടുത്തിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ഉടല് വീർത്തു നിൽക്കുന്നുണ്ട്, തല കുതിരയുടെ മോഡൽ. കാരണം ജിംനേഷ്യത്തിലും ബോഡി ബിൽഡിംഗ് സെന്ററുകളിലും മസിലിന് വണ്ണം വെക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഈ കുതിര കൊടുക്കുന്ന മരുന്നാണ് അത്രേ. അതുപോലും കുടിച്ചിട്ട് മസലിന് വണ്ണം വെപ്പിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. എന്നാൽ ഈ ഒരു തരം രീതി ഉണ്ടാകുന്നതോ സിനിമയിൽ നിന്ന്. സൽമാൻ ഖാന്റെയും ആമിർ ഖാന്റെയും ആരാധകരായി നമ്മുടെ ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും മലപ്പുറത്തിന്റെയും മലബാറിന്റെയും കോഴിക്കോടിന്റെയും എത്രയോ മുസ്ലിം യൗവനം അതിന്റെ പിറകിൽ പോകുമ്പോൾ ടെണ്ടുൽക്കർ വന്നാൽ ആളുകളായി, നയിം വന്നാൽ അവന്റെ ആളുകളായി, ഓരോ സമയത്ത് ഓരോ ആളുകൾ വരികയാണ്. എന്റെ നാട് കോഴിക്കോടാണ്. കൊടുവള്ളിക്കടുത്ത പ്രദേശം. 5-8 വർഷങ്ങൾക്കപ്പുറം ആ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. ഒരു 10-40 വയസ്സ് കഴിഞ്ഞ ഒരാൾ മുടിയൊക്കെ മുണ്ടനം ചെയ്ത് മുൻഭാഗത്തേക്ക് 4 രോമം തൂക്കിയിട്ടിട്ടുണ്ട്. ആറ് വേറെ ചോദിച്ചു എന്ത് പുതിയ രീതി? അയാൾ പറഞ്ഞു റോഡോ മുട്ടയാണെന്ന്. 40 കഴിഞ്ഞവനും 50 കഴിഞ്ഞവനും ഈ മുട്ടയടിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ കൃത്യമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മ മറ്റാരോ കൊണ്ടുപോവുകയാണ്. ഇസ്ലാമിക സംസ്കാരം
ആ സംസ്കാരം ലോകത്തെ സ്വാധീനിച്ച സംസ്കാരമാണ്. മുസ്ലിം ഉമ്മത്തിനോട് ഒരു കാലഘട്ടത്തിലെ ശക്തികളും നേർക്കുനേർ യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടേയില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ ഇറാഖ്. നോക്കൂ നിങ്ങൾ, ഇറാഖിൽ അമേരിക്ക എന്തുകൊണ്ട് പിറകോട്ട് പോയി? യുദ്ധം വിജയിച്ചതുകൊണ്ടാണോ? സമാധാനം ആ നാട്ടിൽ വന്നതുകൊണ്ടല്ല. മറിച്ച് അതിന്റെ ചരിത്രം വായിച്ചാൽ കാണാം, ഇറാഖിന്റെ മണ്ണിലെ പടയോട്ടത്തിൽ അമേരിക്കയ്ക്ക് ഏകദേശം 10,000-ഓളം പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു. അതിൽ 4,000-ൽ പരം പട്ടാളക്കാർ പോവുകയും 5,000-ൽ പരം പട്ടാൾക്കാർക്ക് കയ്യും കണ്ണും കാലും പോവുകയും ചെയ്തു. അപ്പോഴേക്കും അമേരിക്കക്കും അതിനായി. അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തവൻ അവർ തളർന്നുപോയി. ഒരു 10,000 പട്ടാളക്കാരെ തകർച്ച നേരിടാൻ കഴിയാത്ത വിധം അമേരിക്ക അശക്തമാണ്. തൊട്ടപ്പുറത്തോ ഇറാഖിന്റെ ബഗ്ദാദിന്റെ ഖസറിന്റെ അവിടുത്തെ അർബലയുടെ യൂഫ്രട്ടീസിന്റെ ടൈഗ്രീസ് നദിയുടെ തീരങ്ങളിൽ 1,000-ഓളം മുസ്ലിം ഉമ്മത്ത് പിടഞ്ഞു വീണ് മരിച്ചു. കൂട്ടത്തിൽ ചെറുപ്പക്കാരുണ്ട്, കുഞ്ചു മക്കളുണ്ട്, വയോവൃദ്ധരുണ്ട്. പക്ഷേ എന്നിട്ടും ഇറാഖിനെ തകർക്കാൻ, ഇറാഖിനെ യുദ്ധത്തിൽ പുറകോട്ട് നയിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിന്റെ ഏത് ദിശാശന്തിയിലും നേർക്കുനേർ നിന്നുകൊണ്ട് പടപുരുകിയവരാണ് മുസ്ലിം ഉമ്മത്ത്. പിന്നെ അവരെ ആരാ തകർത്തത്? എങ്ങനെയാണ് അവർ തകർന്നത്? ആ തകർച്ചയുടെ ചരിത്രം വായിക്കുമ്പോഴാണ് ഇസ്ലാമിക സമൂഹത്തിലൊരു ഷണ്ഡീകരണ ഉദ്ദേശത്തോടുകൂടി കടന്നു വരുന്ന ചില ശിഥിലീകരണ ശക്തികൾ. അത് സാമ്രാജ്യ പേരിടാം, സാനിസം എന്ന പേരിടാം, മറ്റെന്തെങ്കിലും പേരിടാം. അങ്ങനെ അജണ്ടകൾ വെച്ചുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിച്ചും അധാർമിക ലോകത്ത് കൂട്ടിക്കൊണ്ടു പോകുന്ന ആളുകൾ, അവരാണ് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൈബർ യുഗത്തിൽ നോക്കൂ നിങ്ങൾ, ഈ സൈബർ യുഗത്തിൽ ഇവിടെ എത്രയോ പുരോഗതികൾ, അതൊക്കെ മനുഷ്യന് നന്മക്ക് ഉപയുക്തമാണെങ്കിലും അതേ രീതിയിൽ തന്നെ അത് തിന്മയിലേക്കും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കപ്പുറം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൊടകരക്കാരി മുസ്ലിം പെൺകുട്ടി ബോധം കെട്ടുമില്ലേ? എന്താ വിഷയം? അവൾ ചാറ്റ് ചെയ്തുകൊണ്ട് പ്രേമം തുടങ്ങിയത് അമേരിക്കയിലെ ഹൂസ്റ്റണിലേക്കാണ്. ചാറ്റിംഗ് വഴി അവൾ കാമുകനെ കണ്ടെത്തി അമേരിക്കയിലെ ഹൂസ്റ്റൺ. അങ്ങനെ നിരന്തരമായ ബന്ധം മുഖേന അവർ തമ്മിലുള്ള പ്രേമം കലശമായി വളർന്നു. കാണാൻ പറ്റാത്ത വിധം, കാണൽ അനിവാര്യമായ വിധം പ്രേമം വളർന്നപ്പോൾ കാമുകൻ അവിടുന്ന് വരാമെന്നേറ്റു. കാമുകൻ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വരികയാണ്. കാമുകി കൊടകരയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ വന്നു കാമുകനെ സ്വീകരിക്കാൻ. അടയാളമൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുവരെ കണ്ടിട്ടില്ല, കാണാതെയുള്ള പ്രേമമാണ്. കണ്ടപ്പോഴാണ് ആളെ കണ്ടത്, ഒരു കൊടവേറൻ കഷണ്ടി 60 കഴിഞ്ഞവൻ. അപ്പോൾ തന്നെ അവള് ബോധം കിട്ടുപോയി. ഇതൊരു തമാശയുടെ വാർത്തയല്ല. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കപ്പുറം കണ്ണൂർ ജില്ല കൂത്തുപറമ്പിൽ തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി വന്നു തന്റെ കാമുകനെ തേടിയിട്ട്, മൊബൈൽ വഴിയുള്ള കാമുകനെ തേടി. ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ എത്രയോ ഉണ്ടാവാറില്ലേ? മൊബൈൽ വഴിയുള്ള കാമുകനെ തേടി ആ പെൺകുട്ടി വരികയാണ്. കൂത്തുപറമ്പിലെ ആ സംഭവം. അവർ വന്നു, ഒരു പകൽ കാമുകൻ സ്വിച്ച് ഓഫാണ്. അങ്ങാടിയിൽ അലഞ്ഞു തിരിഞ്ഞെടുക്കുമ്പോൾ പോർട്ടർമാർ കണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. സ്റ്റേഷൻ വഴി കാമുകനെ കൊണ്ടുവന്ന് ആളുടെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അവൾ മോഹലിസപ്പെട്ടുപോയി. 65 വയസ്സ് കഴിഞ്ഞ ഒരു അബ്ദുറഹ്മാൻ കുട്ടിയായിരുന്നു അവിടുത്തെ പ്രതി. ഇതൊക്കെ തമാശകളല്ല, നമ്മുടെ യൗവനത്തിന്റെ, നമ്മുടെ ക്യാമ്പസിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ചുറ്റുവട്ടത്തിന്റെ നേരം പോക്കുകളാണ്. അവിടെയാണ് സമുദ്രം നമ്മൾ നിർവഹിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ലോകത്ത് സമർപ്പിച്ച ഒരു വിശുദ്ധമായ ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എങ്ങനെ ലോകത്തിന്റെ മതമായി വിട്ടുപിടിച്ചിട്ടാണോ? വാളുകൾ, ആ വാൾ തലപ്പ് കൊണ്ടാണ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചതല്ല എന്നത് വളരെ വ്യക്തമല്ലേ? പ്രൊഫസർ ഹിസ്റ്ററി ഓഫ് അറബ്സിൽ വളരെ വ്യക്തമായി ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാക്ക് നോക്കൂ നിങ്ങൾ. ഇസ്ലാം വാളുകൊണ്ടാണെന്ന് പറയുന്ന ആളുകൾ, ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാളുകൊണ്ടാണ് ഈ മതത്തെ പ്രചരിപ്പിച്ചെന്ന് പറയുന്ന ആളുകൾ, അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് പ്രൊഫസർ ചോദ്യമാണ്. എനിക്കവരോട് ചോദിക്കാനുള്ളത്, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വാളുമായി കടന്നു വന്ന് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു, ആധിപത്യം നേടി എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അറബ് ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമുമായി കടന്നു വന്ന ഒന്നാമത്തെ മനുഷ്യനല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു മനുഷ്യന്റെ വാൾത്തലപ്പിന് മുന്നിൽ, ഒരു മനുഷ്യന്റെ വാളിന്റെ മൂർച്ചയ്ക്ക് മുമ്പിൽ ഒരു സമൂഹം അപ്പാടെ കീഴ്പ്പെട്ടു എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് അസംഭവമാണെന്നാണ് അദ്ദേഹം എഴുതിയത്. തോമസ് ബി ആർണാൾഡ് ബുക്കിൽ ദ പ്രീച്ചിംഗ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സമാനമായ വിഷയം രേഖപ്പെടുത്തി. തോമസ് ബി ആർണാൾഡ് ആ ഗ്രന്ഥം എഴുതിയ ഇസ്ലാമിന്റെ സവിശേഷമാകുന്ന അതിന്റെ ഈ വിശുദ്ധിയെ ലോകത്ത് പറയാനല്ല, മറിച്ച് ഇസ്ലാം എങ്ങനെയാ ലോകത്ത് വളർന്നത് എന്ന് ഇവിടുത്തെ പാതിരിമാർക്ക് കാട്ടിക്കൊടുക്കാൻ വേണ്ടി. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിനെ പറ്റി, എങ്ങനെ ഇസ്ലാം ലോകത്ത് സ്വാധീനിച്ചു എന്ന്. അതിലൊരു വരികൾ വായിച്ചാൽ കാണാം, ഇസ്ലാമിന്റെ വിശുദ്ധരായ പ്രബോധക സംഘം, ആ സംഘത്തിന്റെ ഗാൻഗാഹുകളും പർമ്മശാലകളും അവരോടുള്ള സമൂഹത്തിന്റെ അടുപ്പവുമാണ് ഇസ്ലാം ഏഷ്യൻ, ആഫ്രിക്കൻ,
യൂറോപ്യൻ കവാടങ്ങളിലും വനാന്തരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും വികസിക്കാൻ കാരണം എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ സാദാത്തുക്കളും ഔലിയാക്കളും അവരോടുള്ള സാമ്യവും അവർ കാട്ടിയ കറാമത്താകുന്ന അത്ഭുതങ്ങളുമാണ് ഇസ്ലാമിക ദഅവത്ത് ലോകത്ത് വളരാൻ കാരണമെന്നാണ് രേഖപ്പെടുത്തിയത്. അവിടെയാണ് ശരിക്കും നമ്മൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരേണ്ടത്. ഇതെങ്ങനെ ലോകത്ത് സ്വാധീനം ചെലുത്തി, എങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ നസ്റ ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക ദഅവത്തിനെ പറ്റി സമൂഹത്തിൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം ലോകത്തിന്റെ മതമായി മാറിയത്. ഈ സത്യസന്ധമായ ആശയത്തെ നമ്മുടെ നാട്ടിൽ ഏതു കാലഘട്ടത്തിലും പൂർവ്വസൂരികൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവരെ തുടർന്നുകൊണ്ട് തന്നെയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ ആശയത്തെ പ്രചരിപ്പിക്കാൻ സമത്വ എന്ന് പറയുന്ന മഹമായ പണ്ഡിതസഭ നമ്മുടെ നാട്ടിൽ ജന്മമെടുത്തത്. അതൊരു സംഘടനാ സംവിധാനമല്ല, അത് സംഘടനാപര രീതിയുമല്ല, അതിനപ്പുറം വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കൃതിയാണത്. വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കൃതി എന്നാണ് സമത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു സംഘടനാപരമായ പക്ഷപാതത്തോട് നമുക്ക് സമീപിക്കാനേ പാടില്ല. എന്തുകൊണ്ട് ചോദിച്ചാൽ നാളിതുവരെ നമ്മുടെ കേരളക്കരയിൽ സംഘടനാപരമാകുന്ന ഒരു വിഷയത്തെ സമത്വ പറഞ്ഞിട്ടേ ഇല്ല. സമത്വം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അപ്പുറത്തെ ഏത് വിഷയങ്ങളും സംഘടനാപരമാണ്, എല്ലാം സംഘടനാപരമാണ്. ഖുത്ബ മലയാളത്തിലേക്കാക്കിയ ആളുകൾ അവരാ തീരുമാനമെടുത്തതും ഒരു സംഘടനാ പ്രമേയത്തിലൂടെയാണ്, ഒരു സമ്മേളനത്തിലൂടെയാണ്. ആ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയമാണോ പറഞ്ഞത് ഈ നാട്ടിലെ പള്ളി മുത്തുവല്ലിമാർ, ഖത്തീബുമാർ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുത്ബ നിർവഹിക്കണമെന്ന്? മലയാളത്തിലെ ഖുത്ബ ഭാഷാന്തരം ചെയ്ത ആളുകൾ സംഘടനാ പ്രമേയത്തിലൂടെ, ഒരു സംഘടനാ തീരുമാനത്തിലൂടെയാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയത്. എന്നാൽ അറബിയിൽ ഖുത്ബയോദാൻ സമത്വയുടെ മുഷാവറ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല നമ്മുടെ നാട്ടിൽ ആ ആചാരം കടന്നു വരുന്നത്. അടുത്ത മാസം റബീഉൽ അവ്വലാണല്ലോ, വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം. റബീഉൽ അവ്വൽ ആഗമായാലോ നമ്മൾ മൗലിദ് ഓതും, ഹബീബിന്റെ വർണ്ണനകൾ നമ്മൾ പുകഴ്ത്തും, അതിന്റെ പേരിൽ നമ്മൾ ഘോഷയാത്രകൾ സംഘടിപ്പിക്കും. കഴിഞ്ഞ വർഷത്തെ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ പൊന്നാനിക്കാരനായ രാമനുണ്ണി ഒരു പ്രമുഖ പത്രത്തിൽ റബീഉൽ അവ്വൽ വിശേഷം എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിൽ കാണാം പൊന്നാനിക്കാരാകുന്ന രാമനുണ്ണി എന്ന കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ കലാകൃത്താണ് രാമനുണ്ണി. അതിനെഴുതിയ ലേഖനത്തിൽ കാണാം തന്റെ ചെറുപ്പത്തിൽ പൊന്നാനി അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തിലൂടെ കുട്ടികളും ചെറുപ്പക്കാരും വൃദ്ധരുമെല്ലാം അടങ്ങുന്ന ഒരു നബിദിന ഘോഷയാത്ര നടന്നു പോകുന്നു. അത് പോകുമ്പോ രാമനുണ്ണിക്ക് ഒരു ജിജ്ഞാസ, ഒരു കൗതുകം. മനോഹരമായ പാട്ടുപാടി കൊടി തോരണങ്ങളുമായി മധുരപലഹാര വിതരണങ്ങളുമായി ഒരു ഘോഷയാത്ര കടന്നു പോവുകയാണ്. രാമന് തന്റെ അമ്മയോട് ചോദിച്ചു, എന്താണ് അമ്മ ആ പോകുന്നത്? അമ്മ പറഞ്ഞു, അത് അവരുടെ ജന്മദിന നബിദിന ഘോഷയാത്രയാണ്. രാമനുണ്ണി ഒരു ഇളം 4 വയസ്സുള്ള രാമനുണ്ണി പറയാൻ നബിദിന ഘോഷയാത്ര അവർ എനിക്ക് മനസ്സിലായില്ല. അമ്മ പറഞ്ഞു തന്നു, നമ്മളൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കും പോലെ അവരവരെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അല്പം ആകാംക്ഷയുണ്ടായി. കാരണം ഭഗവാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രവാചകൻ മെല്ലെ എന്റെ മനസ്സിലേക്ക് വന്നു. പിന്നീട് ഞാൻ പഠിച്ചപ്പോഴോ ദ്വാപാര കാലഘട്ടത്തിലെ ത്രേതായുഗത്തിലെ ഐതിഹ്യമാണ് ശ്രീകൃഷ്ണൻ, ചരിത്രപരമായ പിൻബലമില്ല. പ്രവാചകനോ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്ര പുരുഷനാണ്. അതുകൊണ്ട് പ്രവാചകനെ പറ്റി ഞാൻ കൂടുതൽ പഠിച്ചു. അങ്ങനെ പഠിച്ചിട്ട് എന്റെ പല കഥകളിലും പ്രവാചകൻ വന്നു. സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന പ്രവാചകനെ പോലും ഞാൻ ആവിഷ്കരിച്ചു. എന്നാൽ പിന്നീട് രാമനുണ്ണി പറയാൻ, എന്നാൽ മുസ്ലിം സമൂഹത്തിൽ ചില ആളുകൾ പറയുന്നത് ജമാഅത്തിന്റെയും നേതൃത്വത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് രാമനുണ്ണി പറഞ്ഞു, ഈ പ്രവാചകൻ സ്മരിച്ചുകൂടാ എന്നാണ്, ഈ പ്രവാചകന്റെ അവദാനങ്ങൾ വാഴ്കൂടാ എന്നാണ്. അവരതിന് പറയുന്ന ന്യായീകരണം അതുവഴി പ്രവാചകൻ ദൈവത്തിനായി പോകുമോ എന്നാണ്. ശിർക്കിന്റെ മലയാളമായി പറയുന്നത് ശിർക്ക് ഇവർക്ക് മാത്രമേ തിരിയുന്ന രാമനുണ്ണി പോലും പറയും അതുവഴി പ്രവാചകൻ ദൈവതുല്യനായി പോകുമോ എന്നാണ് അവരുടെ സംശയം. എന്നാൽ ചരിത്രത്തിൽ ഒരു മഹാത്മാവിന്റെ മഹത്വം പറയുക വഴി ആ മഹാത്മാവ് ദൈവതുല്യനായി മാറില്ല. അതുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ ഈ പ്രവാചക ആഘോഷത്തിലേക്ക് പങ്കെടുക്കണേ എന്നാണ് രാമനുണ്ണി പറയുന്നത്. രാമനുണ്ണിക്ക് പോലില്ലാത്ത ശിർക്കാണല്ലോ ഇവർക്കുണ്ടാകുന്നത്. നേരത്തെ മുസ്തഫ ആ വിഷയത്തെപ്പറ്റി പറയുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ദഅവത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാം. സാർവത്രികമായ അംഗീകാരമുള്ള നിരവധി വിഷയങ്ങൾ. ഒരു വിഷയത്തിന്റെ സാർവത്രികമാകുന്ന അംഗീകാരം തന്നെ അതിന്റെ പിന്തുണയല്ലേ? അത് ഭൗതികമായി അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കൂ നിങ്ങൾ, CPIM എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ട്, ഒരു പാർട്ടി. ആ പാർട്ടിയിൽ പലരും പലപ്പോഴും വേറിട്ട് പോയിട്ടുണ്ട്. കോഴിക്കോടിന്റെ ഒഞ്ചിയ പ്രദേശത്ത് ആറന്തി കാണാം. അവർ പറയുന്നു അവരാണ് യഥാർത്ഥ ഈ പാർട്ടി എന്ന്. പക്ഷെ കേരളത്തിലെ ബ്രാഞ്ച് തലങ്ങൾ പരിശോധിച്ചാൽ ഔദ്യോഗികമായ പാർട്ടി മറ്റതാണ്. എന്തുകൊണ്ട്? അവർക്കാണ് സാർവത്രികമായി പിന്തുണയുള്ളത്. മുസ്ലിം ലീഗ് നോക്കൂ നിങ്ങൾ, മുസ്ലിം ലീഗിൽ നിന്ന് പലപ്പോഴും പലരും പലയിടത്ത് മാറിപ്പോവാറുണ്ട്. കൊടുവള്ളിയിൽ ഒരാൾ മാറിപ്പോയി, പലയിടത്ത് മാറിപ്പോയി. ഞാൻ ആ പാർട്ടിക്ക് വേണ്ടി ന്യായീകരണം പറയുകയില്ല. അങ്ങനെ പോകുന്ന ആളുകൾ പറയാറുണ്ട് അവരാണ് ഒറിജിനൽ, അവരാണ് യഥാർത്ഥമെന്ന്. പക്ഷെ അവരാ പോയ എടുത്ത് മാത്രമേ ഉള്ളൂ. ഈ പാർട്ടിയാണെങ്കിലോ
കേരളത്തിൽ എല്ലാ തലത്തിലും വാർഡ് തലത്തിൽ സ്വാധീനമുള്ള പാർട്ടി. എന്തുകൊണ്ട്? അതാണ് സാർവത്രികമായി പിന്തുണയുള്ള ഒറിജിനൽ സ്വഭാവം. ഇത് ഭൗതികതയിൽ അങ്ങനെയാകിൽ ഇത് തന്നെയാണ് മതത്തിന്റെ മേഖലയിൽ. നമ്മുടെ കേരളക്കരയിൽ നോക്കുമ്പോൾ എല്ലാ മഹല്ലത്തിലും സ്വാധീനമുള്ള, കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ബംഗാളിലും മിസോറാമിലും നാഗാലാൻഡിലും ബംഗ്ലാദേശും പാകിസ്ഥാനിലും യുഎയിലും ഖത്തറിലും ബഹ്റൈനിലും ജോർഡാനിലും മൊറോക്കോയിലും ഈജിപ്തിലും തുടങ്ങി ആഫ്രിക്കൻ ഏഷ്യൻ ഭൂഖണ്ഡാന്തരങ്ങളിലെ സകലമാന ഇസ്ലാമിക സമൂഹത്തിലും സാർവത്രികമായി പിന്തുണച്ചു വരുന്ന ആശയമാണ് വിശുദ്ധ ദീനിന്റെ യഥാർത്ഥ ശൈലിയെങ്കിൽ ആ ശൈലിയെ നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് സമത്വയാണ്. അതുകൊണ്ടാണ് സമത്വ ഒരു സംസ്കൃതിയാണ്, ഒരു സംഘടന അല്ല എന്ന് നമ്മൾ പറയാൻ കാരണം. ഇതിനാരൊക്കെ പ്രസ്ഥാനവൽക്കരിച്ചുവോ അവർക്ക് ഓരോ കാലഘട്ടത്തിലും പരാജയപ്പെട്ടു പോയത്. അതിന് ലൈവായ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതാനും സമയങ്ങൾക്കകം മുഹമ്മദ് രാമന്തളി നമ്മുടെ വേദിയിൽ പ്രസംഗിക്കാൻ വരികയാണ്. എത്തിയില്ല, ഇപ്പൊ കടന്നു വരും. ഇത് നേരത്തെ മരക്കാർ ഉസ്താദ് പ്രസംഗിച്ചിരുന്നു. ആ കാര്യം ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിന്റെ ആശയത്തിൽ നിന്ന് ഒരിക്കലും ആളുകൾ മാറിപ്പോവാറില്ല. സത്യത്തിൽ നിന്ന് ഒരിക്കലും ആളുകൾ മാറിപ്പോവാറില്ല. അസത്യത്തിന് സത്യത്തിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വരാറുണ്ട് എന്ന്. ഹുദൈബിയ സന്ധി പോലും നോക്കൂ നിങ്ങൾ. ഹുദൈബിയ കരാറ്, ആ ഹുദൈബിയ കരാർ മുഖേന അന്നത്തെ ഖുറൈശികൾ അതിൽ നിർബന്ധമായി എഴുതിയ കാര്യം, ഇസ്ലാം ഒഴിവാക്കി മദീനയിൽ നിന്ന് ആര് മക്കത്തേക്ക് വന്നാലും അവൻ ഞങ്ങൾ സ്വീകരിക്കും. എന്നാൽ മക്ക വിട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ മദീനക്കാരെങ്കിലും വന്നാലോ അവരെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ചരിത്രത്തിൽ എന്തേ സംഭവിച്ചത്? ഇസ്ലാം ഒഴിവാക്കി ആരും മക്കത്തേക്ക് പോയില്ല. എന്നാൽ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പലരും മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നു. അവർ മദീന സ്വീകരിച്ചില്ലെങ്കിലും അത് തന്നെയാണ് പിന്നീട് ആ ഹുദൈബിയ കരാർ തകരാനും കാരണമായത്. ഇത് ചരിത്രമാണ്. അതുപോലെയാണ് സമത്വ. സമത്വയിൽ നിന്നാരും ഇതുവരെ അസത്യത്തിലേക്ക് പോയിട്ടില്ല. അസത്തിൽ നിന്ന് പലരും സമത്വയിലേക്ക് വന്നില്ലേ? സമത്വ പിളർന്ന കാലഘട്ടം, അല്ലെങ്കിൽ പിളർത്തിയ കാലഘട്ടം 989 നോക്കൂ നിങ്ങൾ. നമ്മൾക്കന്ന് കൊച്ചുകുട്ടികളാണ്. കാന്തപുരം മുസ്ലിയാർ സമത്വയെ പിളർത്തിയ കാലഘട്ടം. അന്ന് ആ കാലഘട്ടത്തിലെ സ്റ്റേജും പേജും കാന്തപുരത്തിന്റെ കൂടെയല്ലേ? എല്ലാ പ്രസിദ്ധീകരണങ്ങളും എല്ലാം അൽ ഇർഫാദ്, അൽ മുബാറക്, സുന്നി വോയ്സ്, റിസാല തുടങ്ങി സകലമാന പ്രസിദ്ധീകരണങ്ങളും കാന്തപുരത്തിന്റെ കൂടെ. എല്ലാ പ്രഭാഷകരും ഏകദേശം നാട്ടിക ഉസ്താദ് വെച്ചാൽ ബാക്കി എല്ലാ പ്രഭാഷകരും കാന്തപുരത്തിന്റെ കൂടെ, സ്റ്റേജും പേജുമായി. അതുകൊണ്ടാണ് അന്ന് ബഹുമാനപ്പെട്ട കെ ടി മാനുസ്താദ് പറഞ്ഞു, നബ്ബറല്ലാഹു മർക്കദ, സമത്വയുടെ ഒരു റാത്തൽ മാംസവുമായി കടന്നു കളഞ്ഞ ആധുനിക ശൈലിയേക്കാണ് കാന്തപുരമെന്ന് അന്ന് മാനുസ്താദ് പറയാൻ അതാണ് കാരണം. പക്ഷെ ആ കാന്തപുരം ഇവിടെ നിൽക്കുന്നു നിങ്ങൾ. ആ പേജൊക്കെ ഇവിടെ പോയി, ആ പേജൊക്കെ പോയി, അൽ മുബാറക്ക് പോയി. അവസാനം സെൻസിംഗ് ഇതാ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എല്ലാം പോവുകയാണ് സത്യത്തിലേക്ക്. അവരൊക്കെ കടന്നു വരികയാണ്, സത്യത്തിലേക്ക് കടന്നു വരികയാണ്. ഈ സത്യം നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട മുസ്തഫ വരാൻ പ്രധാനപ്പെട്ട കാരണം ഐക്യകരാറാണ്. ഐക്യകരാറ്, ഞാൻ ആ കരാറ് ആദ്യം വായിച്ചത് മാധ്യമത്തിലാണ്. കൂടത്തായി ദർശയിൽ പഠിപ്പിക്കുന്ന സമയത്ത് മാധ്യമത്തിന്റെ ചരമകോളത്തിലാണ് ഐക്യകരാർ വന്നിരുന്നത്. വളരെ ജിജ്ഞാസയോടെ ഞാനത് വായിച്ചിരുന്നു. പിന്നീട് 2-3 ആഴ്ചകൾക്ക് ശേഷമാണ് സിറാജിൽ ആ കരാറ് പുനഃപ്രസിദ്ധീകരിച്ചത്. അതും അടുക്കള ഭേദഗതിയോടെ. അവർ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അബ്ദുറഹ്മാൻ തറവായിയെ പോലെയുള്ള, അബ്ദുസലാം അലവിയെ പോലെയുള്ള ജമാഅത്ത് മുജാഹിദാദി നേതാക്കന്മാരുടെ ഒന്നിച്ചേരുന്നു കൊണ്ട് തന്നെയാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആ കരാറിൽ പേരെഴുതി ഒപ്പിട്ടിരുന്നത്. അതിൽ ഒന്നാമത്തെ വരി എന്താ? ഒന്നാമത്തെ വരി ജൂബ് റദ്ദി തനാസുഇ ഇലല്ലാഹി വറസൂലിഹി ഇദാ മാ തനാസഅനാ ഫീ മസ്അലത്തിൻ മിൻ മസാഇൽ അഖീദ. വിശ്വാസപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങൽ നിർബന്ധമാണ്. ഇതാണ് മുസ്ലിയാർ ഒന്നാമതായി ഒപ്പിട്ട കരാറിലെ അതിൽ ഒന്നാമത്തെ വരിയാണ് ഈ വരി. ലാ ഇസ്മത ലി അഹദ് ഇല്ലാ ലിൽ കിതാബി വസ്സുന്ന ഫകുല്ലു ഖൗലി ഇമാമിൻ യൂഖദു മിൻ ഔ യുത്റക്. ഒരാൾക്കും അപ്രമാദിത്വമില്ല. ആർക്കും തെറ്റിയേക്കാം, ഏത് ഇമാമിനും പിഴച്ചേക്കാം. അതുകൊണ്ട് ലാ ഇസ്മത ലി അഹദ്, ഒന്നിനും അപ്രമാദിത്വമില്ല. ഏത് ഇമാമിന്റെ കൗല് നമുക്ക് തള്ളാം, കൊള്ളാം. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് ഘടകവിരുദ്ധമായി ഇയാൾ ഒപ്പിട്ടു. അത് മാത്രമല്ല, ഒരു തമാശ നോക്കി നിങ്ങൾ. സമയം അതിക്രമിക്കാൻ അവസാനിപ്പിക്കാം. കോഴിക്കോട്ട് കഴിഞ്ഞ മാസം മുസ്ലിം സംഘടനകളെ യോഗം ചേർന്നു. വിഷയം വിവാഹപ്രായമാണ്. വിവാഹപ്രായത്തിൽ വിഷയം യോഗം ചേർന്നു സംഘടനകൾ. പിന്നീട് പാലം വലിച്ചവരുണ്ട്, അത് ഗതികേട് കൊണ്ട് മറ്റൊരു കൂട്ടർ. അവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം, നെതുവത്തുകാർ പോലും ഒരു നിർണായക സമയത്ത് അതിൽ മിണ്ടിയില്ല. സമത്വയോ കൃത്യമായി പറഞ്ഞു. അത് യാഥാസ്ഥികരല്ലേ? നാം യാഥാസ്ഥികരാണ്, ഉള്ളേടത്ത് നിൽക്കുന്നവരാണ്, സത്യം പറയുന്നവർ. അതുകൊണ്ട് കൃത്യമായി നമുക്ക് ഉറച്ചു നിന്നു. എന്നാൽ ആ യോഗ തീരുമാനത്തിന്റെ പിറ്റേ ദിവസം നമ്മുടെ കാന്തപുരം മുസ്ലിയാർ എന്തേ പറഞ്ഞത്? ആ തീരുമാനം ശരിയല്ല, ധൃതിപ്പെട്ട തീരുമാനമായിപ്പോയി. എന്നെ ആ കൂട്ടത്തിലേക്ക് കൂട്ടിയില്ല, എന്നെ ഒറ്റപ്പെടുത്താനാണ് യോഗം വിളിച്ചത്. ഞാനത് വായിച്ചപ്പോൾ ചിരിച്ചുപോയി. എന്തുകൊണ്ട്? ഈ വിഷയത്തിന്റെ പേരിലാണ് മുസ്ലിയാർ സമത്വം വളർത്തിയത്.
മുതലക്കുളം മൈതാനിയിൽ അന്ന് ശരീഅത്വവാദ കാലഘട്ടത്തിൽ മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് അണിചേർന്നപ്പോഴാണ് ഇതേ മുസ്ലിയാർ പറഞ്ഞു അത് തെറ്റാണ്, സമത്വയുടെ കീഴ്വഴക്കത്തിന് വിരുദ്ധമാണ്, അത് വിശാല ഐക്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ അതേ മുസ്ലിയാർ ഇപ്പൊ പറയാണ് എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ചില്ല എന്ന്. എവിടെയാണ് മുസ്ലിയാർക്ക് പിടിച്ചു പോയത്? നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണിത്. നേരത്തെ ഈ ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പുറത്തുപോയാൽ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് പുറം നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയിൽ മദ്രസ ക്യാൻഡ് വിതരണം, എല്ലാ മന്ത്രിമാരുമുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, സാമൂഹ്യ വകുപ്പ് മന്ത്രിയുണ്ട്, വ്യവസായ വകുപ്പ് മന്ത്രിയുണ്ട്, അതുപോലെ മറ്റുള്ള ആളുകളുണ്ട്. ISM-ന്റെയും MSM-ന്റെ KNM-ന്റെയും ആരിഫലടക്കമുള്ള ശ്രീമണപൂരടക്കമുള്ള ആളുകൾ അതേ വേദിയിൽ സുഹറാമമ്പാടിനേക്കാം. ആരാ സുഹറാമമ്പാട്? സുഹറാമമ്പാട് പെണ്ണാണെന്ന് മാത്രമല്ല മുജാഹിദിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകയാണ്. അതേ വേദിയിൽ നമുക്ക് AP വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ കോയ മാസ്റ്ററെയും കാണാം. ഇത് മുജാഹിദാണെന്ന് മാത്രമല്ല പെണ്ണുകൂടി പങ്കെടുത്ത വേദി പങ്കെടുക്കുന്ന ആളുകൾ. ഇവർ നേരത്തെ എന്തിനാ സമത്തിൽ വിഷയമുണ്ടാക്കിയത്? ആ ആളുകൾ ഇന്ന് സമൂഹത്തിൽ കൃത്യമായി അപഹാസ്യരായി അവർ കള്ളന്മാരായി മാറിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ജൈത്രയാത്ര തുടരുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇവിടെ ഒരു വിവാദം നാം ഉണ്ടാക്കി എന്ന് പറയുന്ന ആൾ, നമ്മൾ എന്ത് വിവാദം ഉണ്ടാക്കിയത്? മുടി വിവാദം നമ്മൾ ഉണ്ടാക്കിയതാണോ? 2006 മുതൽ കാന്തപുരത്തിന്റെ മർക്കസിൽ മുടിയില്ലേ? 2011 എന്തുകൊണ്ട് വിവാദമുണ്ടായി? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. 2005-ലോ 2006-ലോ വന്ന മുടി 2011 വിവാദമാവാൻ എന്തേ കാരണം? കാന്തപുരം സ്വകാര്യമായി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനകത്ത് അവരിൽ തന്നെ പകുതി ആളുകൾ വിശ്വസിച്ച് സ്വകാര്യമായി നടത്തിയ ഏർപ്പാടായിരുന്നു ഒന്നാമത്തെ മുടി വിഷയം. ആ പ്രവാചകന്റെ പേര് പറഞ്ഞ മുടിയുടെ വിഷയത്തിൽ നാം അതിന്റെ രേഖ ചോദിച്ചു എന്നല്ലാതെ നാം അത് പരസ്യമായി വിഷയമായിട്ട് ഉന്നയിച്ചിരുന്നില്ല. എന്നാൽ കൃത്യമായ ധാരണയോടെ ഇതേ മുസ്ലിയാർ അബുദാബിയിൽ നിന്ന് അഹമ്മദ് ഹസ്രജി മുഖേന 2ാമത് മുടി കൊണ്ടുവന്നുകൊണ്ട് ലക്ഷങ്ങൾ പങ്കെടുത്തു എന്ന് അവകാശപ്പെടുന്ന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഈ മുടി കൈമാറ്റമുണ്ടായി. മുടി കൈമാറുന്ന സമയത്ത് അവിടെ അറബിയിൽ ഒരാൾ വിശദീകരിച്ചു. അത് പേരോടെ തരുമാക്കാക്കി തർജ്ജമ ചെയ്തു. ആ തർജ്ജമയിൽ നേരത്തെ സനദ് ചോദിച്ചവർക്ക് ഇതാ സനദ് സഹിതമുള്ള മുടി കൈമാറുന്നു എന്ന് പറയുകയും സനദ് എന്ന പേരിൽ ചില പേരുകൾ വായിക്കുകയും ചെയ്തു. അത് മുതലാണ് നമ്മൾ ഈ വിഷയത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് അതിന്റെ ക്ലൈമാക്സ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വിഷയത്തിലാണ്. അതിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇറങ്ങി വന്ന് അവരെല്ലാം സത്യം വിളി പറയുന്ന വിഷയം. അതുകൊണ്ട് മുടി സംബന്ധമായ കാര്യങ്ങൾ കൃത്യം അവതരിപ്പിക്കാൻ അതിന്റെ എല്ലാ വശങ്ങളും വെച്ചുകൊണ്ട് തന്നെ ആരത് ഹറാമാണെന്ന് പറഞ്ഞാലും ആര് തെറ്റാണെന്ന് പറഞ്ഞാലും ഈ വിഷയത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും നാം പുറകോട്ട് പോവുകയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കാന്തപുരം മുസ്ലിയാർ പരാജയപ്പെട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും യഥാർത്ഥ കള്ളന്മാരാണെന്ന് സമൂഹത്തിൽ വരുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രധാനത്ത് പിടിക്കുന്നവരായി ഇവർ മാറുന്നു എന്നുകൊണ്ട് തന്നെയാണ് അവരെ തെറ്റോടുന്ന വിഷയത്തിൽ നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ പറയാൻ കാരണം. നീണ്ടുപോയതിൽ ക്ഷമിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.